ദുബായിൽ ഗാർഹിക തൊഴിലാളികൾക്കായി പുതിയ വൈദ്യപരിശോധനാ വ്യവസ്ഥകൾ കൊണ്ടുവരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ഹെൽത്ത് കാർഡ് വേണമെന്ന വ്യവസ്ഥയിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കിയതായും മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അബ്ദുൾ റഹ്മാൻ അറിയിച്ചു. പാസ്പോർട്ടിൽ വിസ പതിക്കാനുള്ള വൈദ്യപരിശോധനയ്ക്ക് ഹെൽത്ത് കാർഡ് വേണമെന്ന വ്യവസ്ഥയിലാണ് മന്ത്രാലയം ഇളവ് നൽകിയത്. ഗാർഹിക തൊഴിലാളി വിസയിൽ വരുന്നവർക്ക് എയ്ഡ്സ്, ക്ഷയം, കരൾ രോഗം, മഞ്ഞപ്പിത്തം, പകരുന്ന ചർമ്മരോഗങ്ങൾ എന്നിവയില്ലെന്ന് ഉറപ്പാക്കും. ഷാർജയിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസും ഇൻഷുറൻസും പുതുക്കാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ പിടികൂടാൻ അധികൃതർ നടപടികൾ ശക്തമാക്കി. ലൈസൻസും ഇൻഷുറൻസും പുതുക്കാതെ നിരത്തിലിറങ്ങിയ 421 വാഹനങ്ങൾ പോലീസ് പിടികൂടി. 3 മാസത്തിനിടെ നടന്ന പരിശോധനയിലാണ് വാഹനങ്ങൾ പിടികൂടിയത്. ലൈസൻസ് പുതുക്കാതെ വാഹനം ഓടിക്കുന്നത് സുരക്ഷിതത്വത്തിന് ഭീഷണിയാണെന്ന് ഗതാഗത പെട്രോളിംഗ് വിഭാഗം മേധാവി മേജർ ഇബ്രാഹിം ബയാത്ത് പറഞ്ഞു. വാഹനം ഗതാഗത യോഗ്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് ഭൂരിഭാഗം പേരും ഓടിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ നടത്തിവരുന്ന മിന്നൽ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ട്രാഫിക് നിയമലംഘനങ്ങളെ ഗൾഫ് രാജ്യങ്ങളിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിൽ. പദ്ധതി പൂർത്തിയായാൽ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ നിന്നുമുണ്ടാകുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാവിധി മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കാൻ കഴിയും. ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്വദേശികളിൽ നിന്നും വിദേശികളിൽ നിന്നും സംഭവിക്കുന്ന ട്രാഫിക് നിയമലംഘന വിവരങ്ങളെ കമ്പ്യൂട്ടർ ശൃംഖല വഴി ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിലെത്തി. ഈ വർഷാവസാനം തന്നെ നടപ്പാക്കുന്ന മുറയ്ക്ക് പദ്ധതിയുടെ 95% പൂർത്തിയായി. UAE, ബഹ്റിൻ ട്രാഫിക് വിഭാഗങ്ങളെ കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന നടപടി 100% പൂർത്തിയായി. ബഹ്റിനെയും സൗദിയെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി ഏതാണ്ട് അവസാനിച്ചു. കുവൈറ്റും സൗദിയും തമ്മിലുള്ള ട്രാഫിക് വകുപ്പുകളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസുകളെയും ഡ്രൈവർമാർ നടത്തുന്ന നിയമലംഘനങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്ക് 3 വർഷം മുൻപാണ് തുടക്കം കുറിച്ചത്. നിയമലംഘനങ്ങൾക്ക് അതാത് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികൾ കമ്പ്യൂട്ടർ ശൃംഖലയിൽ രേഖപ്പെടുത്തും. പ്രസ്തുത ശിക്ഷാ നടപടികൾ പ്രകാരം രാജ്യങ്ങളിലെ ട്രാഫിക് ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കാവുന്നതാണ്. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാവുന്ന നിയമലംഘനം നടത്തിയ വ്യക്തിയുടെ ശിക്ഷാ നടപടി സൗദിയിൽ വെച്ച് കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും. ന്യൂസ് ബ്യൂറോ, ദമാം. അജ്മാനിലും ഉമ്മൽ ഖുവൈനിലുമായി ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ഓഫ് സ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ സ്കൂൾ ബാഗുകളുടെ ഭാരം കുറച്ചതായി അധികൃതർ അറിയിച്ചു. കുട്ടികൾക്ക് താങ്ങാവുന്ന വിധത്തിൽ ആവശ്യമായ പുസ്തകങ്ങളും ചോറ്റുപാത്രവും ഉൾപ്പെടുത്തി തന്നെ ഭാരം കുറയ്ക്കാമെന്നതാണ് ബാഗുകളുടെ സവിശേഷത. ബാഗുകളിലെ പ്രത്യേക തരത്തിലുള്ള സ്ട്രാപ്പ് കുട്ടികളുടെ തോളിന് അമിത ഭാരം നൽകാതെ താങ്ങാകുമെന്നും അരക്കെട്ടിൽ കെട്ടാവുന്ന ഒരു ബെൽറ്റും പിറകിൽ അധിക ഭാരം വരാത്ത വിധത്തിലുള്ള ഫോം റെസ്റ്റും പുസ്തകക്കെട്ടിന്റെ ഭാരം കുറയ്ക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന് കീഴിൽ പ്രവർത്തിക്കുന്ന അജ്മാനിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ, അജ്മാനിലെയും ഉമ്മൽ ഖുവൈനിലെയും ഹാബിറ്റാറ്റ് സ്കൂളുകൾ എന്നിവയിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ ഈ ബാഗുകൾ വിതരണം ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷംസുൽമാൻ സിറ്റി അറിയിച്ചു. ദുബായിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് കോടതി 75 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി അബ്ദുൾ റഷീദിനാണ് കോടതി നഷ്ടപരിഹാരം വിധിച്ചത്. ദുബായിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായ അബ്ദുൾ റഷീദിന് 2014 സെപ്റ്റംബറിലുണ്ടായ വാഹനാപകടത്തിൽ ഇടത് കാൽമുട്ടിന് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ദുബായിലെയും കേരളത്തിലെയും ആശുപത്രികളിൽ ചികിത്സ നടത്തി. ദുബായിലെ അഭിഭാഷകനായ ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി മുഖേന നഷ്ടപരിഹാരത്തിനായി റഷീദ് കോടതിയെ സമീപിക്കുകയായിരുന്നു. മുൻ സുപ്രീം കോടതി ജസ്റ്റിസും കർണാടക ലോകായുക്തയുമായിരുന്ന എൻ സന്തോഷ് ഹെഗ്ഡെയെ കന്നഡി ഗാസ് UAEയും ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയും ചേർന്ന് ദുബൈയിൽ ആദരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ദുബായ് ഇന്ത്യൻ ക്ലബ് ക്രിസ്റ്റൽ ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പത്മശ്രീ BR ഷെട്ടി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കർണാടക മന്ത്രിമാരടക്കമുള്ളവർ മുഖ്യാതിഥികളായിരിക്കും. ദുബായിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 9 വിദ്യാർത്ഥിനികളുടെ ഭരതനാട്യം അരങ്ങേറ്റം നൃത്താഞ്ജലി വെള്ളിയാഴ്ച അൽഖൈൽ ജെംസ് വേൾഡ് അക്കാദമിയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സിനിമാ താരം കാവ്യ മാധവൻ ഉദ്ഘാടനം നിർവഹിക്കും. റിയാദിലെ വഴിക്കടവുകാരുടെ കൂട്ടായ്മയായ റിവയുടെ 8ാം വാർഷികം അടുത്ത മാസം 22-ന് അവേദ ഇസ്തിറാഹയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാപരിപാടികളും ആദരിക്കൽ ചടങ്ങും ഇതിനോടനുബന്ധിച്ചുണ്ടാകും. വഴിക്കടവുകാരായ പ്രവാസികളുടെ തൊഴിൽ സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹാരം കണ്ടെത്താനും റിവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വഴിക്കടവ്, പാലിയേറ്റീവ് കെയറിന് ആംബുലൻസ് നൽകിയതടക്കം ജീവകാരുണ്യ രംഗത്ത് 30 ലക്ഷത്തിലധികം രൂപയുടെ സഹായം നൽകി. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TS സൈനുൽ അബിദ്, വൈസ് പ്രസിഡന്റ് തോമസ് കരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
സൗദി മതകാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോൾ ആൻഡ് ഗൈഡൻസ് സെന്ററുകളുടെ സഹകരണത്തോടെ ലേൺ ദി ഖുർആൻ പദ്ധതിയുടെ 16ാമത് സൗദി ദേശീയതല സംഗമം റിയാദിൽ വെച്ച് നടക്കുന്നു. സൗദിയിലും നിരവധി പേർ ഖുർആനിൽ പങ്കെടുക്കുന്നുണ്ട്. സുവൈദി റോഡിലെ എക്സ്ട്രാ മാർക്കറ്റിന് പിന്നിലുള്ള അദ്വൈഷ് ഇസ്തിറാഹയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലാണ് സംഗമം നടക്കുന്നതെന്ന് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ ആരംഭിക്കുന്ന സംഗമത്തിൽ വിവിധ സെഷനുകളിലായി വ്യത്യസ്ത വേദികളിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും ജനറൽ കൺവീനർ ഹുസൈൻ MD, ലേൺ ദി ഖുർആൻ പരീക്ഷാ കൺട്രോളർ അബ്ദുൽ ഖയ്യൂം ബുസ്താനി തുടങ്ങിയവർ അറിയിച്ചു. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ പ്രൊമോഷൻ ഇവന്റ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 30-ന് മസ്കറ്റിൽ വെച്ചാണ് പരിപാടിയെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു. ആരോഗ്യ, ഭക്ഷ്യമേഖല, IT, നിർമ്മാണം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സഹകരണ സാധ്യതകൾ തേടുകയെന്നും അധികൃതർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വാണിജ്യ ഫെഡറേഷനുകൾ സംബന്ധിക്കും. WMC ടോസ് മാസ്റ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ പ്രവാസികൾക്കായി മസ്രഹിയ എന്ന പേരിൽ ഇംഗ്ലീഷ് ലഘുനാടക മത്സരം സംഘടിപ്പിക്കുന്നു. മെയ് 20-ന് ഇസ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകങ്ങളാണ് പരിഗണിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മികച്ച നാടകങ്ങൾക്ക് ക്യാഷ് പ്രൈസും മറ്റ് വ്യക്തിഗത സമ്മാനങ്ങളും നൽകുമെന്നും അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരം വർക്കല താലൂക്കിൽ ഷഹ്ലാദ് മൻസിലിൽ ഷംനാദിനും ഭാര്യ അനീസിക്കുമുള്ള ചികിത്സാ സഹായം വെസ്കോസ മലയാളി ഫെഡറേഷൻ കൈമാറി. നിർധന കുടുംബത്തിലെ അംഗമായ ഷംനാദിന്റെ ഇരുവൃക്കുകളും തകരാറിലാണ്. ഭാര്യ അനീസിയ ഒരു ക്യാൻസർ രോഗിയുമാണ്. മറ്റു ജീവിത മാർഗങ്ങളൊന്നുമില്ലാതെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് തുടർ ചികിത്സയ്ക്കായി വലിയ തുക ആവശ്യമായ സാഹചര്യത്തിലാണ് WMA സഹായം കൈമാറിയത്. സ്റ്റുഡൻസ് ഇന്ത്യ ജിദ്ദ സൗത്ത് സോൺ സംഘടിപ്പിക്കുന്ന ഏകദിന ക്യാമ്പ് ഏപ്രിൽ 8-ന് രാവിലെ 7 മുതൽ രാത്രി 8 വരെ സുലൈമാനിയയിലെ ഇസ്തിറാഹ അൽ ഖലീലിൽ വെച്ച് നടക്കും. സഹവാസ ക്യാമ്പിലേക്ക് 8 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. KPCC അധ്യക്ഷൻ VM സുധീരനെ ലക്ഷ്യമിട്ട് കുത്തുവാക്കുകളുമായി അടൂർ പ്രകാശ്. ആദർശ രാഷ്ട്രീയത്തിന്റെ കുപ്പായം തനിക്കേ ചേരുവെന്നാണ് ചിലരുടെ ചിന്തയെന്ന് ഫേസ്ബുക്കിൽ അടൂർ പ്രകാശ്. റവന്യൂ വകുപ്പിന്റെ ചില ഉത്തരവുകൾ കൂടി പിൻവലിക്കണമെന്ന സുധീരന്റെ പരസ്യ പരാമർശത്തിനാണ് അടൂർ പ്രകാശിന്റെ മറുപടി. നിയമസഭയിൽ തുടർച്ചയായി ജയിക്കുന്നത് ഓടിളക്കി വരുന്നതുകൊണ്ടല്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഭൂമാഫിയയ്ക്ക് ഭൂമി പതിച്ചു നൽകിയ റവന്യൂ വകുപ്പിന്റെ നടപടിയെ വിമർശിച്ച് KPCC ഓഫീസിൽ സുധീരൻ പ്രസംഗിച്ചത് ഇങ്ങനെ. അതോടൊപ്പം തന്നെ ഒരു 1-2 ഉത്തരവുകളുടെ കാര്യങ്ങളും ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനും നമ്മുടെ ഹോപ്പ് പ്ലാന്റേഷൻ പോലെയുള്ള ചില വിഷയങ്ങൾ അതൊക്കെ ഉചിതമായ തീരുമാനമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ്. തുടർന്നാണ് സുധീരനെ ഉന്നം വെച്ച് അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദർശ രാഷ്ട്രീയത്തിന്റെ കുപ്പായം തനിക്ക് മാത്രമേ ചേരുവെന്ന് ചിലർ കരുതുന്നു. ഇവരുടെ കുപ്പായത്തിലെ ചേറ് ജനങ്ങൾ തിരിച്ചറിയും. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ഇത്തരക്കാരുടെ ശ്രമമെന്നും സുധീരന്റെ പേര് പറയാതെ മന്ത്രി വിമർശിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരന്റെ ഇടപെടലിനെ പരസ്യമായി വിമർശിച്ച് K മുരളീധരനും രംഗത്ത് വന്നു. ഗവൺമെന്റിനെ പറ്റി നല്ല പ്രസംഗിച്ചാൽ ചിലപ്പോ നാളെ ഒരു വരി പോലും പത്രത്തിൽ വന്നില്ല എന്ന് വരും. എന്തെങ്കിലും എതിരായിട്ട് പറഞ്ഞാലോ കത്തയച്ചാലോ നല്ല പബ്ലിസിറ്റി കിട്ടും. പക്ഷേ അത് മലർന്നു കടന്ന് തുപ്പുന്നതിന് സമാനം. സുധീരനെതിരെ സംയുക്തമായി നീങ്ങാനുള്ള AI ഗ്രൂപ്പുകളുടെ തീരുമാനത്തിന്റെ ബലത്തിലാണ് ഇരുവരും KPCC അധ്യക്ഷനെതിരെ തിരിയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുധീരനെ വിമർശിച്ച അടൂർ പ്രകാശിന് TN പ്രതാപന്റെ മറുപടി. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ആക്രോശിച്ചിട്ട് കാര്യമില്ലെന്ന് പ്രതാപൻ അടൂർ പ്രകാശിന് മറുപടി നൽകി. പ്രതികരണത്തിലൂടെ പാവക്കറ കഴുകിക്കളയാനാകില്ലെന്നും പ്രതാപൻ ചൂണ്ടിക്കാട്ടി. സന്തോഷ് മാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് 118 ഏക്കർ മിച്ചഭൂമി പതിച്ചു നൽകിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കി. നടപടിക്കെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. സർക്കാർ ഏറ്റെടുത്ത തണ്ണീർത്തട ഭൂമി വിവാദസ്വാമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് പതിച്ചു നൽകാൻ മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. സർക്കാരിൽ സമർപ്പിച്ച അപേക്ഷയിൽ കമ്പനി ഭൂമി സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചതായും ഇതേ ഭൂമിയുടെ പുറത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നതിനാലും ഉത്തരവ് പിൻവലിക്കുന്നതായി അടൂർ പ്രകാശ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ഹൈടെക് IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് എറണാകുളം പുത്തംവേലിക്കരയിൽ 95.44 ഏക്കറും തൃശൂരിലെ മടത്തുംപടിയിൽ 32.41 ഏക്കറും കൈവശമുണ്ടെന്ന് കമ്പനി
തെറ്റിദ്ധരിപ്പിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഭൂമി സന്തോഷ് മാധവന് പതിച്ചു നൽകാനുള്ള ഉത്തരവിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എതിർ ശബ്ദങ്ങൾ ഉയർന്നതോടെയാണ് ഉത്തരവ് പിൻവലിക്കാൻ റവന്യൂ വകുപ്പ് നിർബന്ധിതമായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ സർക്കാരിന്റെ കടുംവെട്ട്. 4 മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നായി ഭൂമാഫിയയ്ക്ക് വേണ്ടി എടുത്തത് 182 തീരുമാനങ്ങൾ. ഓരോന്നിനും അനുമതി നൽകിയത് 2 മിനിറ്റ് പോലും ചർച്ച നടത്താതെ. ഭൂസംരക്ഷണ നിയമവും ഭൂപരിധി നിയമവും നെൽവയൽ തണ്ണീർത്തട നിയമവും അട്ടിമറിച്ചാണ് ഭൂരിഭാഗം തീരുമാനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഫെബ്രുവരി ഒടുവിലത്തെ ആഴ്ചയിൽ 4 മന്ത്രിസഭാ യോഗങ്ങളാണ് ചേർന്നത്. 400ഓളം ഫയലുകൾ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് പരിഗണിച്ചു. 220 തീരുമാനങ്ങളെടുത്തു. ഇതിൽ 182 തീരുമാനങ്ങളും ഭൂമാഫിയയ്ക്ക് വേണ്ടി റവന്യൂ വകുപ്പ് നടത്തിയ ഇടപെടലുകളായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സന്തോഷ് മാധവന് ഭൂമി പതിച്ചു നൽകാനുള്ള വിവാദ തീരുമാനം ഫെബ്രുവരി 26 മന്ത്രിസഭായോഗ തീരുമാനമാണ് എടുത്തത്. മാർച്ച് 2 സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 1600 കോടി നിക്ഷേപവും 20 കോടി തൊഴിലവസരവുമുള്ള പദ്ധതിയായതിനാലാണ് ഭൂപരിധി നിയമത്തിൽ ഇളവ് നൽകുന്നതെന്നാണ് വിശദീകരണം. എന്നാൽ 127 ഏക്കർ നെൽവയലാണ് നികത്തുന്നതെന്ന കാര്യം മറച്ചുവെക്കപ്പെട്ടു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് വയൽ നികത്താൻ മന്ത്രിസഭയ്ക്ക് അനുമതി നൽകാനാകില്ല. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ബിനാമി ഇടപാടിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയാണെന്ന പോലീസ് റിപ്പോർട്ടും മറച്ചുവെച്ചാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഉത്തരവിറക്കിയത്. സമാനമായ രീതിയിൽ കരുണ എസ്റ്റേറ്റിന്റെ 833 ഏക്കർ ഭൂമിക്ക് കരമൊടുക്കാൻ നൽകിയ അനുമതി, മെത്രാൻ കായൽ നികത്തൽ, കടമക്കുടി നിലനികത്തൽ, വൈക്കത്ത് ചെമ്പിൽ 127 ഏക്കർ നിലനികത്തൽ, ഇടുക്കിയിലെ പീരുമേടിൽ ഹോസ് പ്ലാന്റേഷന് 728 ഏക്കർ ഭൂമിക്ക് അംഗീകാരം നൽകൽ തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം ഫെബ്രുവരി അവസാന ആഴ്ചയിലെ മന്ത്രിസഭാ യോഗങ്ങളിലായിരുന്നു. 182 തീരുമാനങ്ങളിലൂടെ 2500ഓളം ഏക്കർ ഭൂമി പതിച്ചു നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. പദ്ധതികൾ സംബന്ധിച്ച ഫയലുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാനും ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് വെള്ളാൽ എസ്റ്റേറ്റിന്റെ ഉടമ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇഷ്ടക്കാരനായിരുന്ന പുതുപ്പള്ളിക്കാരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്ന CG ജോർജിന്റേതാണ് പ്രകാശ് എസ്റ്റേറ്റ്. പരേതനായ ജോർജിന്റെ മകനാണ് നിലവിലെ MD. നിയമവിരുദ്ധമായി ഭൂമി വിറ്റതിന് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരന് വേണ്ടി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കാസർഗോഡ് ബലാളിൽ 264.41 ഏക്കർ സർക്കാർ ഭൂമി കോടികൾക്ക് മറച്ചു വിറ്റത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വിശ്വസനായ CG ജോർജ് ആണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തുടക്കം കുറിച്ച പുതുപ്പള്ളി വില്ലേജ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മീനടം പ്രിയദർശിനി സ്പില്ലിംഗ് മില്ല് തുടങ്ങിയവയുടെ സാരഥ്യം CG ജോർജിനായിരുന്നു. കൂടാതെ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങി നിലകളിലും CG ജോർജ് പ്രവർത്തിച്ചു വന്നു. ഇതാണ് സർക്കാർ ഭൂമി മറച്ചുവിറ്റതിന് നിയമസാധുത നൽകാൻ കാരണമായിരിക്കുന്നത്. 275 ഏക്കറുള്ള തോട്ടത്തിലെ നിയമവിരുദ്ധ ഇടപാടുകൾക്കെതിരെ നിലവിലെ ഉടമയും CG ജോർജിന്റെ മകൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് മറച്ചുവെച്ചാണ് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഭൂമി 205 വ്യക്തികൾക്കായി കൈമാറിയത്. പണം നൽകി ഭൂമി വാങ്ങിയവരുടെ ദുരിതം അപേക്ഷയായി എഴുതി വാങ്ങിയാണ് നിയമവിരുദ്ധമായി വിറ്റ ഭൂമിക്ക് കരമീടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കരം സ്വീകരിച്ചാൽ ഭാവിയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലവിൽ പണം നൽകിയവർക്ക് ലഭിക്കില്ല. മാത്രമല്ല, സമാനമായി കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾക്ക് സർക്കാരിന്റെ പുതിയ ഉത്തരവ് തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. കതിരൂർ മനോജ് വധക്കേസിൽ ജാമ്യം ലഭിച്ച P ജയരാജൻ ജയിൽ മോചിതനായി. കോടതി വിധി കോൺഗ്രസ് BJP ഗൂഢാലോചനയ്ക്കേറ്റ തിരിച്ചടിയെന്ന് P ജയരാജൻ പ്രതികരിച്ചു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 മാസത്തേക്കോ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെയോ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്നും ഉത്തരവുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജന് ജാമ്യം അനുവദിച്ചുകൊണ്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. 50,000 രൂപയിലും 2 ആൾജാമ്യത്തിലുമാണ് ജാമ്യം അനുവദിച്ചത്. 2 മാസത്തേക്കോ ചാർജ് ഷീറ്റ് നൽകുന്നതുവരെയോ ജില്ലയിൽ പ്രവേശിക്കരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുതെന്നുമുള്ള വ്യവസ്ഥയിലാണ് ജാമ്യം. അദ്ദേഹത്തിനെതിരായ തെളിവുകൾ എവിടെയെന്ന കോടതിയുടെ ചോദ്യത്തിന് അഭിഭാഷകർക്ക് തെളിവുകളൊന്നും ഹാജരാക്കാനായതുമില്ല. 1 മാസത്തെ റിമാൻഡിന് ശേഷം ഏപ്രിൽ 8 വരെ റിമാൻഡ് കാലാവധി നീട്ടിയ സാഹചര്യത്തിലാണ് P ജയരാജൻ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചത്. ജയിൽ മോചനത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിന്നും 5 മണിയോടെ അദ്ദേഹം സഹോദരി സതീദേവിയുടെ വടകരയിലെ വീട്ടിലേക്ക് യാത്രയായി. കതിരൂർ കേസിൽ UAPA എന്ന മാരകമായിട്ടുള്ള നിയമം ഉൾപ്പെടുത്തിയത് RSS നേതൃത്വവും
ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. CPM-ന്റെ നേതാക്കന്മാരെ UAPA കേസിൽപ്പെടുത്തി ജയിലിലടക്കാനുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് RSS നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും നടത്തിയത്. പക്ഷേ ബഹുമാനപ്പെട്ട തലശ്ശേരി സെഷൻസ് കോടതിയുടെ ജാമ്യ ഹർജിയിലുള്ള വിധി അത്തരം ദുഷ്ടനീക്കങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അഭിവാദ്യം അർപ്പിക്കാനും സ്നേഹനിർഭരമായ സ്വീകരണം നൽകാനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ആശുപത്രിയിലെത്തിയിരുന്നു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സഹോദരിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് P. സതീദേവിയുടെ വടകര ചേറോടുള്ള വസതിയിലായിരിക്കും ഇനിയുള്ള 2 മാസം P. ജയരാജൻ കഴിയുക. ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്ന് P. ജയരാജൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. RSS കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ ജയിലിൽ അടച്ചതെന്നും P. ജയരാജൻ കൂട്ടിച്ചേർത്തു. വൈകിട്ട് 7 മണിയോടെയാണ് P. ജയരാജൻ സഹോദരി P. സതീദേവിയുടെ ചോറോട്ടെ വസതിയിലെത്തിയത്. സഹോദരിമാരായ രമ, സുധ, സതീദേവിയുടെ മകൾ അഞ്ജലിദാസ് എന്നിവർ ചേർന്ന് P. ജയരാജനെ വരവേറ്റു. തങ്ങളുടെ പ്രിയ നേതാവ് എത്തുന്നതറിഞ്ഞ് നിരവധി പ്രവർത്തകരും അഭിവാദ്യമർപ്പിക്കാനെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയും RSS-ഉം ഒത്തുകളിച്ചാണ് തന്നെ ജയിലിലടച്ചതെന്ന് P. ജയരാജൻ പീപ്പിളിനോട് പറഞ്ഞു. RSS-നെയും UDF-നെയും പരാജയപ്പെടുത്താൻ ഇനിയും ശക്തമായ പ്രവർത്തനം നടത്തുമെന്നും P. ജയരാജൻ പറഞ്ഞു. കതിരൂർ കേസിൽ UAPA ഉൾപ്പെടുത്താൻ വേണ്ടി ഉറപ്പുകൊടുത്തത് അത് കൃത്യമായിട്ടൊരു ഗൂഢപദ്ധതിയായിരുന്നു. CPM-ന്റെ നേതാക്കന്മാരെ ഭീകരന്മാരാണ് എന്ന് മുദ്രകുത്തി അടിച്ചമർത്താനുള്ള RSS നേതൃത്വത്തിൻ്റെയും ഉമ്മൻചാണ്ടി, ചെന്നിത്തല പ്രഭൃതികളുടെയും ഒരു ഗൂഢപദ്ധതിയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ടത്. കോടതിയുടെ ജാമ്യവ്യവസ്ഥ പാലിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ചോറോട്ടേക്കുള്ള യാത്രാമധ്യേ കൈനാട്ടിയിൽ പ്രവർത്തകർ ആവേശകരമായ വരവേൽപ്പ് നൽകിയിരുന്നു. MP ജയരാജൻ, പനോളി വത്സൻ, K. ധനഞ്ജയൻ, അഡ്വക്കേറ്റ് K. വിശ്വൻ തുടങ്ങിയവരും P. ജയരാജനൊപ്പമുണ്ടായിരുന്നു. ക്യാമറമാൻ ഇക്ബാൽ വട്ടുംകുളത്തിനൊപ്പം PV കുട്ടൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് P. ജയരാജനെ ജയിലിൽ അടയ്ക്കാമെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മോഹം പൊലിഞ്ഞുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടി കുമ്മനം കൂട്ടുകെട്ടിനുണ്ടായ തിരിച്ചടിയാണിത്. കോടതിയിൽ പരിഹാസ്യമായ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് CBI നാണുകെട്ടു. മലർന്നു കിടന്നു തുപ്പുന്നത് പോലെയായിരുന്നു CBIയുടെ വാദങ്ങൾ. RSS-നെ തൃപ്തിപ്പെടുത്താൻ CBI കെട്ടിച്ചമച്ച കേസാണിതെന്നും കോടിയേരി ആരോപിച്ചു. കലാഭവൻ മണി അവസാനമായി അവതരിപ്പിച്ച സ്റ്റേജ് ഷോ പീപ്പിൾ TV സംപ്രേഷണം ചെയ്യുന്നു. നാളെയും മറ്റന്നാളും രാത്രി 9 മണി മുതലാണ് സംപ്രേഷണം. ശാരീരിക അസ്വാസ്ഥ്യം ഒന്നും പ്രകടിപ്പിക്കാതെയാണ് മണി ഷോയിൽ കാണികളെ കയ്യിലെടുക്കുന്നത്. കേരളം ഇങ്ങനെ ഒരു കലാകാരനും വിട നൽകിയിട്ടുണ്ടാവില്ല. കേരളീയരെ ചിരിപ്പിച്ച്, നൃത്തം ചെയ്യിപ്പിച്ച്, ഒടുവിൽ കരയിച്ച് കലാഭവൻ മണി യാത്രയായി. മണിനാദം നിലച്ചിട്ടില്ല, മാഞ്ഞിട്ടില്ല. കലാഭവൻ മണിയുടെ അവസാന സ്റ്റേജ് പ്രോഗ്രാം പീപ്പിൾ TV സംപ്രേഷണം ചെയ്യുന്നു. മാർച്ച് 24, 25 തീയതികളിൽ രാത്രി 9 മുതൽ. മുത്താണ് മണിമുത്ത്, നിങ്ങളുടെ പീപ്പിൾ TVയിൽ മാത്രം. രോഹിത് വെമുലയുടെ മരണത്തെ തുടർന്ന് സമരം ചെയ്യുന്ന ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിനായി എത്തിയ കനയ്യകുമാറിന് സർവകലാശാല അധികൃതർ പ്രവേശനാനുമതി നൽകിയില്ല. സർവകലാശാല കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത കനയ്യകുമാർ രോഹിത് വെമുലയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിദ്യാർത്ഥി സമൂഹം രംഗത്തിറങ്ങുവാൻ ആഹ്വാനം ചെയ്തു. അതേസമയം സമരം ചെയ്ത 9 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇവരിൽ ചിലരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. രോഹിത് വെമുലയുടെ മരണത്തിന് ഉത്തരവാദിയായ VC അപ്പാറാവുവിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കനയ്യകുമാർ ഹൈദരാബാദ് സർവകലാശാലയിൽ എത്തിയത്. എന്നാൽ കനയ്യയ്ക്ക് പ്രവേശനം നൽകില്ലെന്ന് അധികൃതർ മുൻകൂട്ടി പ്രഖ്യാപിച്ചു. കനയ്യെ തടയുന്നതിന് നിരവധി പോലീസുകാരെയാണ് സർവകലാശാല കവാടത്തിനു മുന്നിൽ വിന്യസിച്ചത്. കനയ്യകുമാറിന് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി വൻ ജനാവലിയാണ് ക്യാമ്പസിന് മുന്നിൽ തടിച്ചുകൂടിയത്.
ക്യാമ്പസിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതോടെ സർവകലാശാല കവാടത്തിന് മുന്നിൽ വെച്ച് കനയ്യകുമാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. जातिवाद से हमको आजादी चाहिए, अनटचेबिलिटी से हमको आजादी चाहिए, छुआछूत से आजादी चाहिए, ऊंच नीच से आजादी चाहिए और द्रोणाचार्य जो है उनसे एकलव्य को आजादी चाहिए। लड़ाई हमारी है और इस लड़ाई में हम निश्चित तौर पर जीतेंगे. കനയ്യകുമാർ സർവകലാശാലയിൽ പ്രവേശിക്കുന്നത് തടയാനായെങ്കിലും കനയ്യയുടെ സന്ദർശനത്തിന് ലഭിച്ച ജനപിന്തുണ അധികൃതരെയും സർവകലാശാല അധികാരികളെയും നടുക്കി. ന്യൂസ് ഡെസ്ക്. അടൂർ പ്രകാശിനെതിരെ പത്തനംതിട്ട കോന്നിയിൽ പോസ്റ്ററുകൾ. VM സുധീരൻ പറഞ്ഞ മന്ത്രിസഭയിലെ കൊള്ളക്കാരൻ കോന്നി വിടുക എന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. മെത്രാൻ കായൽ തട്ടിപ്പ്, കരുണ എസ്റ്റേറ്റ് തട്ടിപ്പ്, റിസോർട്ട് ഭൂമാഫിയ തലവൻ ഉദ്യോഗസ്ഥനുമായി രാജ്യം ചുറ്റിയ സ്ത്രീ ലംബടൻ തുടങ്ങിയ വാചകങ്ങളാണ് അടൂർ പ്രകാശിനെതിരെ പോസ്റ്ററിലുള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. തമിഴകത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMDK നേതാവ് വിജയകാന്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. ഇടതു പാർട്ടികൾ നേതൃത്വം നൽകുന്ന ജനക്ഷേമ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് വിജയകാന്ത്. കരുണാനിധിയുടെ DMKയും BJPയും കിണഞ്ഞു ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെയാണ് വിജയകാന്ത് ഇടതുപാളയത്തിലെത്തിയത്. സംസ്ഥാനത്തെ മൊത്തം നിയമസഭാ മണ്ഡലങ്ങളിൽ 124 സീറ്റുകളിൽ DMDK മത്സരിക്കും. വൈക്കോയുടെ MDMK, CPIM, CPI, VCK തുടങ്ങിയ പാർട്ടികളാണ് ജനക്ഷേമ മുന്നണിയിലുള്ളത്. ഇരവിപുരത്തിന് പകരം നൽകുന്ന സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തീരുമാനം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നുവെങ്കിലും അന്തിമ തീരുമാനത്തിനായി ലീഗ് നേതാക്കൾ കാത്തിരിപ്പ് തുടരുകയാണ്. CPIM BJP സംഘർഷമുണ്ടായ കാട്ടായിക്കോണം പ്രദേശങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സന്ദർശനം നടത്തി. CPIM പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് VS കാട്ടായിക്കോണത്ത് എത്തിയത്. ഏറെ ഭീതിയോടെയാണ് പ്രതിപക്ഷ നേതാവിന് മുന്നിൽ പ്രദേശവാസികൾ പോലീസ് ഭീകരതയെപ്പറ്റി വിവരിച്ചത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് തന്നെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതായി ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസ് പ്രതി ബിന്ധ്യാസ് തോമസ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി സെല്ലിന് മുമ്പാകെ മൊഴി നൽകി. ഈ പീഡനങ്ങൾക്ക് പുറമെ ലൈംഗിക അതിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പാലാരിവട്ടം സ്റ്റേഷനിൽ വെച്ചാണ് താൻ പീഡനത്തിന് ഇരയായതെന്നും ബിന്ധ്യാസ് പറഞ്ഞു. പോലീസിന് ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ രൂക്ഷ വിമർശനവും ഉണ്ടായി. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന PP ജെയിംസ്, R നിശാന്തിനി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ബിന്ധ്യാസിന്റെ മൊഴി. RSS നേതൃത്വവും മോദി വിഭാഗവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. മോദിയെ സ്തുതിച്ച് BJP നേതാക്കൾ എത്തുന്നതിനെതിരെ RSS രംഗത്തെത്തി. മോദിയെ പുകഴ്ത്തുന്നത് BJP നേതാക്കൾ അവസാനിപ്പിക്കണമെന്ന് RSS അമിത് ഷായ്ക്ക് നിർദ്ദേശം നൽകി. സംവരണ വിഷയത്തിൽ ഇരുതട്ടിലായ മോദി വിഭാഗവും RSS നേതൃത്വവും തമ്മിലുള്ള ഭിന്നത ഇതോടെ രൂക്ഷമായി. ഇന്ത്യക്ക് ലഭിച്ച സമ്മാനമാണ് മോദിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ വെങ്കയ്യ നായിഡു അടക്കമുള്ളവർ പറഞ്ഞിരുന്നു.